പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പ്രൊഫൈലിൽ നമ്മുടെ പിക്ചറുകളെ ആഡ് ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന പിക്ചറുകളെ ഫുൾ സൈസിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ വാട്സപ്പിലെ പ്രൊഫൈലിലേക്ക് നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോയെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലൊരു ബ്രാക്കറ്റ് വരും. ആ ബ്രാക്കറ്റിനകത്ത് ആ ഫോട്ടോ എത്രത്തോളം ഉൾക്കൊള്ളുന്നുവോ അത്രയുമേ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബാക്കി ഭാഗം കട്ടായി പോകും. എന്നാൽ നമ്മുടെ പിക്ചറുകളെ ഫുൾ സൈസിൽ തന്നെ ആ പ്രൊഫൈലിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, നമുക്ക് ആ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ കഴിയും. അതുപോലെ ആ ചിത്രത്തിന്റെ ഷേപ്പുകളൊക്കെ മാറ്റാൻ കഴിയും. അതുപോലെ പല ഡിസൈനുകളും പല ബ്രൈറ്റ്നെസ്സും നമുക്കത് ചെയ്യാൻ കഴിയും. കൂടാതെ അതിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ റൈറ്റ് ചെയ്യാനും കഴിയും. ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യാമെന്ന് കരുതി മറന്നു പോകാതിരിക്കാനായി ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഏതിലുമാകട്ടെ അതിൽ വരുന്നതാണ്. അതിലൊന്ന് തൊട്ടാൽ മതി, അല്ലെങ്കിൽ പ്രസ് ചെയ്താൽ മതി. ആ വീഡിയോ അപ്പോൾ തന്നെ യൂട്യൂബിൽ ഓപ്പൺ ആകും. എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വാട്സപ്പിൻ്റെ നമ്മുടെ പ്രൊഫൈലിൽ ഒരു പിക്ചർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സൈസ് ഫോട്ടോ അതിൽ ആഡ് ചെയ്യാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഞാനൊരു പിക്ചർ എൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതിലൊരു പിക്ചർ ഉണ്ട്, ഞാൻ അതിനെ മാറ്റി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ പിക്ചറിനെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പിക്ചർ ഇത്രയും നീളമുണ്ട്. പക്ഷേ ഇത്രയും നീളമുള്ള പിക്ചറിനെ നമുക്ക് മുഴുവനായിട്ടും വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുകയില്ല. ഈ ബ്രാക്കറ്റിൽ നമുക്ക് എത്ര ഭാഗമാണോ കൊള്ളുന്നത് അത്രയുമേ ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. താഴേക്ക് നീക്കി കഴിഞ്ഞാൽ പകുതി ഭാഗമേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ബ്രാക്കറ്റിനെ ഇങ്ങനെ നീക്കി ഇത്രയും ഭാഗത്ത് വെച്ചതിന് ശേഷം ഡൺ ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ആ ബ്രാക്കറ്റിൽ കാണുന്ന ഭാഗം മാത്രമേ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ആവുകയുള്ളൂ. ബാക്കി ഭാഗം കട്ടായി പോകും. എന്നാൽ നമുക്ക് ഈ ഫുൾ സൈസ് ഫോട്ടോയെയും നമ്മുടെ വാട്സപ്പിൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയോ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് അവസാനം നോക്കാം. അതിനു മുമ്പ് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണുക. അതിൽ നടുവിലായിട്ട് നമ്മുടെ വാട്സപ്പിൽ കാണുന്ന പോലെ തന്നെ പ്രൊഫൈലിൽ വരുന്ന ആ ഒരു സർക്കിളും ബ്രാക്കറ്റും ഒക്കെയാണ് കാണുക. അതിലേക്കൊരു പിക്ചറിനെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കാണിച്ച ആ ഒരു പിക്ചറിനെ തന്നെ ഗാലറിയിൽ നിന്ന് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാം. അതിനായി താഴെ ആ ഒരു ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 3 ഓപ്ഷനുകൾ വരും. അതിൽ നടുവിലായിട്ട് സെലക്ട് ഫോട്ടോ എന്നതാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ചിത്രങ്ങളോ വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കാണിക്കും. അതിലിവിടെ താഴെ കാണുന്ന നെക്സ്റ്റിലേക്ക് നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ആ ചിത്രം ഇവിടെ ആ സർക്കിളിനകത്തേക്ക് ഫിറ്റ് സൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനത് നേരിട്ട് ഇവിടെ താഴെ കാണുന്ന ആ ഒരു സേവ് എന്ന ഓപ്ഷനില്ലേ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. സെൻഡ് ടു പ്രൊഫൈൽ, അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലെ പ്രൊഫൈലിലേക്ക് അത് എത്തും. അങ്ങനെ നമുക്ക് പ്രൊഫൈലിൽ അതിനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ആദ്യം സേവ് ചെയ്യാണ്. സേവ് ഫോട്ടോ എന്നതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ അത് സേവ് ആവും. ഞാനിവിടെ സേവ് ഫോട്ടോ എന്നത് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ മോർ എന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഏതൊരു മീഡിയയിലേക്കുമുള്ള പ്രൊഫൈലുകളിലേക്ക് നമുക്ക് ഈ പിക്ചറിനെ ആഡ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്.
ഞാനിവിടെ പ്രസ് ചെയ്യുകയാണ്, ഓക്കെ പ്രസ് ചെയ്തു. ഇനി ഞാനത് ബാക്ക് അടിക്കുകയാണ്. ഇപ്പോൾ സേവ് ചെയ്ത ആ ചിത്രത്തെ ഫോൺ ഗാലറിയിൽ നിന്ന് എൻ്റെ വാട്സപ്പ് പ്രൊഫൈലിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ആ ചിത്രം മുഴുവനായിട്ടും തന്നെ ആ ഒരു സർക്കിളിനകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് പ്രസ് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ഒരു ഫോട്ടോയെ ഫുൾ സൈസിൽ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതേ പിക്ചറിനെ തന്നെ ഇതിൽ വീണ്ടും എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നമുക്ക് കൂടുതൽ പേർ നിൽക്കുന്ന ചിത്രങ്ങളും ഇതിലേക്ക് ഇതേപോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഏതൊരു പിക്ചറിനെയും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സൂം ചെയ്യാനും അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ആദ്യം ഈ പിക്ചറിൻ്റെ വലിപ്പം ഞാൻ കൂട്ടുകയാണ്. അതിനായിട്ട് നമ്മൾ ഫോണിനെ 2 കൈ കൊണ്ടും പിടിക്കുക. എന്നിട്ട് 2 തള്ളവിരലുകളും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കുക. അപ്പോഴാണ് നമുക്ക് അതൊരു കറക്റ്റിൽ സൂം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു കൈ കൊണ്ട് നമ്മൾ ഒരിക്കലും സൂം ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് വല്ലാതെ റൊട്ടേറ്റ് ആയി പോവും. ഇപ്പം ഞാൻ അതിനെ ഏകദേശം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ ഒരു പെൻസിലിൻ്റെ ഒരു ബട്ടൺ കാണുന്നില്ലേ, അതാണ് എഡിറ്റ് ടൂൾ. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ ഷാഡോ, വൈറ്റ് ബോർഡർ, ഇങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ്. അതുവഴിയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചിലത് മാത്രം കാണിക്കാം. ഇവിടെ ഈ ഫിൽറ്റർ എന്നതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻ വരും. അതിൽ ബേസിക് എന്ന ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ ചിത്രത്തിന് പലതരം ഗ്ലേസിങ്ങിൽ നമുക്ക് കാണാനാകും. അതിൽ ഏതിൽ നമ്മൾ പ്രസ് ചെയ്താലും ആ ചിത്രം സെലക്ട് ആയിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. കളർ എന്ന ഓപ്ഷനിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ ചിത്രത്തിൻ്റെ കളറ് പല രീതിയിൽ മാറി വരുന്നതാണ്. ആർട്ടിസ്റ്റിക് എന്ന ഓപ്ഷനാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ഇവിടെ ആ ചിത്രത്തിന് പല ആംഗിളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ ബ്ലറായ ഓപ്ഷനും അങ്ങനെ പല രീതിയിലും കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആ എഡിറ്റ് ടൂളിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഇവിടെ താഴെ ഫോട്ടോ ഫ്രെയിം എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷനുകൾ വരും. നമുക്കിതിൽ ഏതിൽ പ്രസ് ചെയ്താലും നല്ല വ്യത്യസ്തമായ മോഡലുകൾ നമുക്കിവിടെ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ചിത്രങ്ങളിൽ ധാരാളം ഡിസൈനുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രമൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ താഴേക്ക് പോകുന്തോറും കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ചിത്രത്തിലൊക്കെ കുറച്ച് ഭാഗം കാണുന്നില്ല. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ തൊട്ട് താഴേക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുഖമൊക്കെ കറക്റ്റായിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഏതായാലും ഈ ഭാഗം ബാക്ക് അടിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ആ ഷേപ്സ് എന്നതിൽ പ്രസ് ചെയ്യുകയാണ്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്സിൽ നമ്മുടെ ചിത്രങ്ങൾ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്ക്വയറിൽ വന്നിട്ടുണ്ട്, സർക്കിളിൽ വന്നിട്ടുണ്ട്, ലവിൻ്റെ ചിഹ്നത്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഓവൽ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മോഡലുകൾ ഇവിടെ കാണാം. അപ്പോൾ അതിൽ ഏതിൽ പ്രസ് ചെയ്താലും നമുക്ക് അതേ രീതിയിൽ തന്നെ ആ ചിത്രത്തെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചിത്രം ഇവിടെ ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് ആ എഡിറ്റ് ടൂളിൽ വീണ്ടും ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കൊടുക്കാം. അതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളറിനെ ഇവിടെ കളർ സ്കെയിൽ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളറിനെ മാറ്റാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിനെ അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ വലിയ ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ആ കളറിനെ നമുക്കിങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം കളറ് ലൈറ്റ് ആവുന്നുണ്ട്, അതേപോലെ ഡാർക്ക് ആവുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ലൈറ്റ് കളർ വെച്ചിട്ട് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഒരു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ലൈറ്റ് കളറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മറ്റുള്ള എഡിറ്റ് ഓപ്ഷനുകൾ കാണിക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നതിൽ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങൾ അതേപോലെ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്.
അതിൽ നമുക്ക് ഏതിൽ പ്രസ് ചെയ്താലും അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നതാണ്. ഞാനിവിടെ ഗ്ലിറ്റർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാണ്. ആ ഒരു ഗ്ലിറ്റർ എന്ന ഓപ്ഷനിൽ ഇവിടെ കുറേ ആ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതപ്പോൾ ഈ ഒരു ഓപ്ഷനെ ഞാൻ ഇവിടെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചിത്രം ആ ഒരു ഗ്ലിറ്റർ ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും എഡിറ്റ് ടൂളിൽ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴെ ആഡ് ടെക്സ്റ്റ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ കളറ് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ആ കളർ ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് കളർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ ആ ബി ഹാപ്പി എന്നുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ചെയ്യാം. ഇവിടെ ഈ അറ്റത്തായിട്ട് എ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അത് ഫോണ്ടാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫോണ്ടുകൾ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ബി ഹാപ്പി എന്നുള്ളത് ഇറ്റാലിക് പോലെ വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ബാക്ക് അടിക്കുകയാണ്. ഇനി ഏറ്റവും മുകളിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഒരു റൈറ്റ് ഇട്ട പോലെ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ടെക്സ്റ്റിനെ എവിടേക്ക് വേണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ നീക്കാവുന്നതാണ്. ഞാനത് താഴെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ ടെക്സ്റ്റിനെ നമ്മൾ നീക്കി കറക്റ്റാക്കിയ പോലെ തന്നെ ആ ചിത്രത്തെ അതേപോലെ തന്നെ ഇങ്ങനെ വിരൽ കൊണ്ട് ടച്ച് ചെയ്ത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഒരു പൊസിഷനിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഞാനിനി ഈ ചിത്രത്തെ സേവ് ചെയ്യുകയാണ്. അതിനായിട്ട് ഈ താഴെ റൈറ്റ് സൈഡിലായിട്ട് സേവ് ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ താഴെ കാണുന്ന സേവ് ഫോട്ടോ എന്നതിൽ പ്രസ് ചെയ്ത് ഗാലറിയിലേക്ക് അത് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോയെ ഞാൻ എൻ്റെ ഫോൺ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഇവിടെ വേറെ ചില ഓപ്ഷനുകൾ കൂടി ഉണ്ട്. അത് ഞാനൊന്ന് കാണിച്ചേക്കാം. ഇവിടെ താഴെയായിട്ട് ഇടതുഭാഗത്ത് നിന്ന് രണ്ടാമതായിട്ട് അഡ്ജസ്റ്റ് എന്നൊരു ക്രോപ്പ് ബട്ടൺ പോലെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിറ്റ് ടു സർക്കിൾ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം ആ സർക്കിളിനകത്തേക്ക് കൃത്യമായിട്ട് ഫിറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് സേവ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രങ്ങളെ ഫുൾ സൈസിലും മറ്റൊരുപാട് രീതിയിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കി നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ്റെ പേര് വാട്സ്ക്രോപ്പ് എന്നാണ്. അങ്ങനെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്തും നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.